നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മാനവരക്ഷയ്ക്കായി കുരിശിൽ ജീവൻ അർപ്പിച്ച യേശുക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരണം. പീഡാനുഭവ ശുശ്രൂഷകളിലും കുരിശിന്റെ വഴിയിലും പങ്കുചേർന്ന വിശ്വാസ സമൂഹം. ചേർപ്പ് പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി രാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിലെ ഹനുമാൻ ജയന്തി ആഘോഷം ഭക്തിനിർഭരം. ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടന്നു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വോട്ടർമാരെ സന്ദർശിച്ച് LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി. അവണിശ്ശേരി, പാർളം പഞ്ചായത്തുകളിലെ വോട്ടർമാരെ കണ്ടാണ് വോട്ട് അഭ്യർത്ഥന നടത്തിയത്. വാർത്തകൾ വിശദമായി. മാനവരക്ഷയ്ക്കായി കുരിശിൽ ജീവൻ അർപ്പിച്ച യേശുക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരണം. പീഡാനുഭവ ശുശ്രൂഷകളിലും കുരിശിന്റെ വഴിയിലും പങ്കുചേർന്ന വിശ്വാസി സമൂഹം. ചെർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിലും ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലും നടന്ന പീഡാനുഭവ ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായുള്ള പീഡാനുഭവ ശുശ്രൂഷകൾ രാവിലെ നടന്നു. വൈകിട്ട് കുരിശിന്റെ വഴിയുടെ ഭാഗമായി പരിഹാര പ്രദക്ഷിണവും നടന്നു. 50 ദിവസം നീണ്ട നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും ആത്മവിശുദ്ധി നേടിയാണ് വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തത്. യേശുക്രിസ്തുവിന്റെ തിരുസ്വരൂപം വഹിച്ചുള്ളതായിരുന്നു പരിഹാര പ്രദക്ഷിണം. കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളിലൂടെ വിശ്വാസികൾ ധ്യാനാത്മകമായി പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. കുരിശിന്റെ വഴി പിന്നീട് പള്ളികളിൽ സമാപിച്ചു. തുടർന്ന് സമാപനാശീർവാദവും ക്രൂശിത രൂപത്തിന്റെ ചുംബനവും ഉണ്ടായി. ചേർപ്പ്, ചൊവ്വൂർ, ഇടവക ദേവാലയങ്ങളിൽ നടന്ന കുരിശിന്റെ വഴിയിൽ മുഴുവൻ വിശ്വാസികളും പങ്കെടുത്തു. ത്തിനുള്ള പാപപരിഹാര ബലി ആരംഭിച്ചു കഴിഞ്ഞു. ചേർപ്പ് പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി രാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിലെ ഹനുമാൻ ജയന്തി ആഘോഷം ഭക്തി നിർഭരം. ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടന്നു. ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് 5 മണിയോടെ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. ക്ഷേത്രം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പ്രസാദ് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. തുടർന്ന് ഘോഷയാത്ര വൈകിട്ട് 6 മണിയോടെ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ സമാപിച്ചു. താലപ്പൊലിയോടെയുള്ള ഘോഷയാത്രയ്ക്ക് വാദ്യമേളങ്ങൾ അകമ്പടിയേകി. ദീപാരാധനയ്ക്ക് ശേഷം ഭക്തർക്ക് ലഘുഭക്ഷണം വിതരണം ചെയ്തു. നിരവധി ഭക്തർ ജയന്തി ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വോട്ടർമാരെ സന്ദർശിച്ച് LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി. അവണിശ്ശേരി, പാർളം പഞ്ചായത്തുകളിലെ വോട്ടർമാരെ കണ്ടാണ് വോട്ടഭ്യർത്ഥന നടത്തിയത്. അവണിശ്ശേരി, പാർളം പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാഴാഴ്ചയാണ് LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി വോട്ടഭ്യർത്ഥനയുമായി ജനങ്ങളെ സമീപിച്ചത്. അവണിശ്ശേരി പഞ്ചായത്തിൽ പെരിഞ്ചേരി, പാലക്കൽ തുടങ്ങിയ ക്രൈസ്തവ ദേവാലയങ്ങൾ കൂടാതെ വിവിധ പട്ടികജാതി ഉന്നതികളിലും LDF സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. പാർളം പഞ്ചായത്തിൽ വെങ്ങിണിശ്ശേരി മഠം, കപ്പക്കാട്, കുടുംബയോഗം, ഹാഷ്മി നഗർ, ശാസ്താംകടവ്, അംബേദ്കർ ഉന്നതി, ദൃശ്യ ഉന്നതി എന്നിവിടങ്ങളിലും LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി വോട്ടഭ്യർത്ഥനയുമായെത്തി. തുടർന്ന് അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയിലും പൊതുസമ്മേളനത്തിലും അവർ പങ്കെടുത്തു. LDF നേതാക്കളായ ES പ്രതീഷ്, KA പ്രദീപ്, MR രാജീവ്, കൃഷ്ണൻ, സ്മിത വിജയൻ, CS സംഗീത്, വിനീഷ് പഴുവിൽ, പ്രവീൺ, KN രാജൻ, KP പ്രസാദ്, PA വോഗീസ്, സുബ്രഹ്മണ്യൻ, സുഭാഷ് മാരാത്ത്, സ്റ്റെയിനി, TR മീര എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കുന്ന ദുഃഖവെള്ളി ആചരണത്തിൽ പങ്കെടുത്ത് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ. അന്തിക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലാണ് സുനിൽ ലാലൂർ സന്ദർശനം നടത്തിയത്.
പള്ളിയിൽ നടന്ന പീഡാനുഭവ ശുശ്രൂഷകളിലും തിരുക്കർമ്മങ്ങളിലും അദ്ദേഹം പങ്കുചേർന്നു. മനുഷ്യരാശിയുടെ വിമോചനത്തിനായി സ്വയം ബലിയായി തീർന്ന ക്രിസ്തുനാഥന്റെ സ്നേഹവും സഹനവുമാണ് ലോകത്തിന് വഴികാട്ടിയായതെന്ന് സുനിൽ ലാലൂർ പറഞ്ഞു. ത്യാഗത്തിന്റെയും വിനയത്തിന്റെയും സന്ദേശം ഉൾക്കൊണ്ട് സമൂഹത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ ഏവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പള്ളിയിലെത്തിയ സ്ഥാനാർത്ഥിയെ ഇടവക വികാരിയും പ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മുതിർന്നവരടക്കമുള്ള വിശ്വാസികളുമായി അദ്ദേഹം സൗഹൃദം പങ്കിടുകയും അനുഗ്രഹം തേടുകയും ചെയ്തു. മണ്ഡലത്തിലെ വിവിധ പള്ളികളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും വരും ദിവസങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തും. UDF പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നാട്ടിക ബീച്ചിൽ ആയുർവേദ മരുന്ന് നിർമ്മാണ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. നാട്ടിക ബീച്ച് സ്വദേശി സുനിൽ പ്രകാശിന്റെ ഉടമസ്ഥയിലുള്ള ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനിയിലായിരുന്നു സന്ദർശനം. NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ സ്ഥാപനത്തിലെ ജീവനക്കാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റെനി കൃഷ്ണപ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗം സജിനി ഉണ്ണിയാറമ്പുരയ്ക്കൽ, BDJS ജില്ലാ സെക്രട്ടറി അക്ഷയ് കൃഷ്ണ, ജോഷി ബ്ലാങ്ങാട് എന്നിവർ NDA സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. UDF താന്യം മണ്ഡലം വടക്കൻ മേഖല തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. ചെമ്മാപ്പള്ളി സെന്ററിലാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. താന്യം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആന്റോ തുറൈൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മുന്നണി UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കൻ മേഖല ഓഫീസാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പ്രദേശത്തെ വടക്കൻ മേഖലയിലെ ബൂത്തുകളെ പുറത്തിറക്കിക്കൊണ്ടാണ് ഇന്ന് ഈ ചെമ്മാപ്പള്ളി സെന്ററിൽ ഈ തരത്തിലൊരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ ബൂത്ത് പ്രസിഡന്റുമാർക്കും ബൂത്തിലെ പ്രവർത്തകർക്കും കൃത്യമായ അഭിനന്ദനങ്ങൾ നേരുന്നു. തുടർന്നും സുനിൽ ലാലൂരിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് ഒത്തുചേരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ മേഖലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഷംസുദ്ദീൻ കടുകപീടികയിൽ അധ്യക്ഷനായി. പ്രമോദ് കണിമംഗലത്ത്, ബഷീർ, സക്കീന റസാഖ്, ഷീജ ജോഷി, നിസാർ കുമ്മംകണ്ടത്ത്, നാരായണൻ, ഹരിദാസ് ചെമ്മാപ്പള്ളി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. എടമുട്ടത്ത് പൂട്ടിക്കിടക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ മോഷണ ശ്രമം നടത്തിയ കേസിൽ പ്രതി റിമാൻഡിൽ. വളപ്പാട് വട്ടപ്പരത്തി സ്വദേശി കരേപ്പറമ്പിൽ വീട്ടിൽ കണ്ണപ്പൻ എന്ന ജിതിനാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 14 ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പൂട്ടിക്കിടക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ വൈകിട്ട് 4 മണിയോടെയായിരുന്നു മോഷണ ശ്രമം. മോഷണത്തിനായി പ്രതി സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ചില്ലുവാതിൽ തകർത്ത് നഷ്ടം വരുത്തിയെന്നാണ് കേസ്. 15,000 രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി ജിതിൻ വലപ്പാട് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 വധശ്രമം, 7 അടിപിടി, കാപ്പ നിയമപ്രകാരം നാടുകടത്തൽ ഉൾപ്പെടെ 12 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വലപ്പാട് SHO A. അനിൽകുമാർ, SI CN എബിൻ, ഗ്രേഡ് SI സാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോഷി, സിവിൽ പോലീസ് ഓഫീസർമാരായ മൻസൂർ, അബീഷ് എന്നിവർ പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡ്രോൺ ക്യാമറ നിരീക്ഷണം ആരംഭിച്ച് കയ്പമംഗലം പോലീസ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം നടത്തുന്നത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് പോലീസ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകാവുന്ന കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ കണ്ടെത്തി തടയുകയാണ് ഡ്രോൺ ക്യാമറ നിരീക്ഷണത്തിന്റെ ലക്ഷ്യം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഡ്രോൺ ക്യാമറ നിരീക്ഷണം തുടരുമെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം SHO KT ബിജിത്ത്, SI പത്മരാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഡ്രോൺ ക്യാമറ നിരീക്ഷണം നടത്തിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,385 രൂപ, പവന് 1,10,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മാനവരക്ഷയ്ക്കായി കുരിശിൽ ജീവൻ അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരണം. പീഡാനുഭവ ശുശ്രൂഷകളിലും കുരിശിന്റെ വഴിയിലും പങ്കുചേർന്ന വിശ്വാസ സമൂഹം. ചേർപ്പ് പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി രാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിലെ ഹനുമാൻ ജയന്തി ആഘോഷം ഭക്തിനിർഭരം.
ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടന്നു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വോട്ടർമാരെ സന്ദർശിച്ച് LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി. അവണിശ്ശേരി, പാർലം പഞ്ചായത്തുകളിലെ വോട്ടർമാരെ കണ്ടാണ് വോട്ടഭ്യർത്ഥന നടത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.